ഞാൻ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെ ആവശ്യത്തിനായിട്ടാണ് ഓരോ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നത് എന്നതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന കാർഡുകളെ പറ്റിയാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഡെബിറ്റ് കാർഡുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെ ആവശ്യത്തിനായിട്ടാണ് ഓരോ കാർഡ് ഉപയോഗിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം എൻ്റെ ഡെബിറ്റ് കാർഡുകൾ നോക്കാം. ആദ്യത്തെ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കിന്റെ ക്രൗൺ വേരിയന്റ് ഡെബിറ്റ് കാർഡാണ്. എനിക്ക് ഫെഡറൽ ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. അതിന്റെ അണ്ടറിൽ കിട്ടിയ കാർഡാണ് ഈ ഒരു ക്രൗൺ വേരിയന്റ് ഡെബിറ്റ് കാർഡ്. ഇതിന്റെ ആനുവൽ ചാർജ് വരുന്നത് 300 രൂപ പ്ലസ് GST ആണ്. എനിക്ക് ഈ ഒരു കാർഡ് കൊണ്ട് പ്രത്യേകിച്ച് യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആനുവൽ ചാർജ് നൽകേണ്ടതായിട്ട് വരാറുണ്ട്. ഇപ്പോൾ യൂസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആനുവലി 75,000 രൂപയ്ക്ക് മുകളിൽ ഇ-കോമേഴ്സ് ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ POS ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും. എനിക്കൊരു കാർഡ് കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗം ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ ആനുവൽ ചാർജ് നൽകേണ്ടതായിട്ട് വരാറുണ്ട്. എനിക്കത് വേവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കാറില്ല. ഇതിൻ്റെ ഡെയിലി ഷോപ്പ് ലിമിറ്റ് വരുന്നത് 3 ലക്ഷം രൂപയാണ്. ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 50,000 രൂപയാണ്. ഈ ഒരു കാർഡ് റുപ്പയിലും വിസയിലൊക്കെ വരുന്നുണ്ട്. എൻ്റെ കാർഡ് എന്ന് പറയുന്നത് വിസ വേരിയന്റ് കാർഡാണ്. ഈ ഒരു കാർഡിന്റെ റിവാർഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് 25 പൈസ അവിടെ വാല്യൂ ബാക്ക് ആയിട്ട് കിട്ടും. അതായത് ഒരു ഫെഡറൽ റിവാർഡ് പോയിന്റ് കിട്ടും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 25 പൈസയാണ്. പിന്നെ എൻ്റെ മറ്റൊരു ഡെബിറ്റ് കാർഡാണ് HDFC ബാങ്കിന്റെ ഈസി ഷോ പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡ്. എനിക്ക് HDFC ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. അതിന്റെ അണ്ടറിൽ എടുത്തൊരു കാർഡാണ് ഈ ഒരു ഈസി ഷോ പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡ്. ഇതിന്റെ നോർമൽ ചാർജ് എന്ന് പറയുന്നത് ആനുവൽ വരുന്നത് 850 രൂപ പ്ലസ് GST ആണ്. പക്ഷേ എനിക്കിത് ഫ്രീ ആണ്. ഞാൻ സേവിങ്സ് മാക്സ് അക്കൗണ്ട് ആണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഡെബിറ്റ് കാർഡ് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആനുവൽ ചാർജ് ഒന്നും തന്നെ നൽകേണ്ടതായിട്ട് വരാറില്ല. ഈ ഒരു കാർഡിന്റെ ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 1 ലക്ഷം രൂപയാണ്. ഡെയിലി ഷോപ്പിൽ ലിമിറ്റ് വരുന്നത് 5 ലക്ഷം രൂപയാണ്. ഈ ഒരു കാർഡ് ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യാനായിട്ടാണ്. ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യുമ്പോൾ 1% ക്യാഷ് ബാക്ക് കിട്ടാറുണ്ട്. അപ് ടു ഒരു മാസം 750 രൂപ വരെ. അപ്പോൾ ഞാൻ ഈ ഒരു കാർഡ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പർപ്പസിനായിട്ടാണ്. ഇപ്പോൾ നിലവിൽ ജിയോ ഫൈനാൻസ് ആപ്പ് വഴിയും അതുപോലെ തന്നെ എയർടെൽ താങ്ക്സ് ആപ്പ് വഴിയും ഈ ഒരു ഡെബിറ്റ് കാർഡ് വഴി ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യുമ്പോഴാണ് 1% ബെനിഫിറ്റ് കിട്ടുന്നത്. മുൻപ് മൊബിക്വിക്കിലും അതുപോലെ തന്നെ HDFC ബാങ്കിന്റെ ബിൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെ കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ അതൊക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ വർക്കാകുന്നത് ജിയോ ഫൈനാൻസ് ആപ്പ് വഴിയും അതുപോലെ തന്നെ എയർടെൽ താങ്ക്സ് ആപ്പ് വഴിയും മാത്രമാണ്. അപ്പോൾ ആ ഒരു പർപ്പസിനായിട്ടാണ് ഈ ഒരു കാർഡ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു കാർഡിൽ കുറച്ച് ക്യാഷ് ബാക്ക് ബെനിഫിറ്റുകൾ വരുന്നുണ്ട്. നമ്മൾ ടെലികോം അതുപോലെ തന്നെ യൂട്ടിലിറ്റി കാറ്റഗറിയിൽ നമ്മൾ ഒരു 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്യാഷ് പോയിന്റ് കിട്ടും. ഒരു ക്യാഷ് പോയിന്റിന് വാല്യൂ എന്ന് പറയുന്നത് 1 രൂപയാണ്. പിന്നെ നമ്മൾ ഗ്രോസറി, സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറൻറ്റ്, അപ്പാരൽ, എന്റർടൈൻമെന്റ് കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്യാഷ് പോയിന്റ് കിട്ടും. അങ്ങനെ ഒരു മാസം മാക്സിമം 750 രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒരു ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു കാർഡിൽ നമുക്ക് കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ വരുന്നുണ്ട്. ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ ഈ കാണുന്നതാണ്. പിന്നെ ഈ ഒരു കാർഡിൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് ക്വാർട്ടർലി 2 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. ലോഞ്ചുകൾ ഈ കാണുന്നതാണ്. കണ്ടീഷൻ വരുന്നത് തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ നമ്മൾ 5,000 രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് മിനിമം സ്പെൻഡ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. പിന്നെ എൻ്റെ മറ്റൊരു ഡെബിറ്റ് കാർഡാണ് ബിസിനസ് ഡെബിറ്റ് കാർഡ്. HDFC ബാങ്കിൻ്റെ കാർഡാണിത്. എനിക്ക് HDFC ബാങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ എടുത്തിരിക്കുന്ന കാർഡാണിത്. ഈ ഒരു കാർഡിൻ്റെ നോർമൽ ചാർജ് വരുന്നത് ആനുവലി 350 രൂപ പ്ലസ് GST ആണ്. പക്ഷേ എനിക്ക് HDFC ബാങ്കിലെ ക്ലാസിക് ബാങ്കിങ് പ്രോഗ്രാം ഉള്ളതിനാൽ അതിൻ്റെ അണ്ടറിലാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു അക്കൗണ്ടിന് മിനിമം ബാലൻസും കീപ്പ് ചെയ്യേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഡെബിറ്റ് കാർഡും സൗജന്യമാണ്. ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ഫീസ് ഇല്ല. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ മുൻപ് നമ്മൾ പറഞ്ഞ ഈസി ഷോ പ്ലാറ്റിനം വേരിയന്റുമായിട്ട് സിമിലർ ആണ്. ഈ ഒരു കാർഡ് ഞാൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മുൻപ് പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാനാണ് ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നത്. ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യുമ്പോഴും ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ബിൽ എമൗണ്ടിൻ്റെ 1% അപ് ടു ഒരു മാസം 750 രൂപ വരെ ഈ രീതിയിൽ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ആ ഒരു പർപ്പസിനായിട്ടാണ് മെയിൻ ആയിട്ട് ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നത്. പിന്നെ എൻ്റെ മറ്റൊരു ഡെബിറ്റ് കാർഡാണ് AUവിൻ്റെ റുപ്പേ പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡ്. എനിക്ക് AU സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഒരു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ എടുത്തിരിക്കുന്ന ഡെബിറ്റ് കാർഡാണ്. ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് എന്ന് പറയുന്നത് 200 രൂപ പ്ലസ് GST ആണ് ഇപ്പോൾ നിലവിൽ. ഈ ഒരു കാർഡിൽ മുൻപ് ലോഞ്ച് ആക്സസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ അതൊന്നുമില്ല. പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റുപ്പേ പ്ലാറ്റിനം വേരിയന്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റുപ്പേയുമായിട്ട് ബന്ധപ്പെട്ട ഓഫേഴ്സൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടാറുണ്ട്. ആമസോൺ പേയിലാണെങ്കിലും സ്വിഗ്ഗിയിലാണെങ്കിലൊക്കെ മിക്കപ്പോഴും ഓഫേഴ്സൊക്കെ കിട്ടാറുണ്ട്. സോ ആ ഒരു പർപ്പസിന് മാത്രമായിട്ടാണ് ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നത്. നിലവിലിപ്പോൾ മുൻപത്തെ അപേക്ഷിച്ച് ഓഫേഴ്സൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഓഫേഴ്സൊക്കെ ഇനി ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഈ ഒരു കാർഡ് എന്തായാലും ഒഴിവാക്കണം. അല്ലെങ്കിൽ വെറുതെ ആനുവൽ ചാർജ് ആയിട്ട് 200 രൂപ പ്ലസ് GST നൽകേണ്ടതായിട്ട് വരും. ആ ഒരു പർപ്പസിന് മാത്രമായിട്ടാണ് ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നത്. പിന്നെ റുപ്പേ കാർഡ് ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റുകളൊക്കെ ഈ ഒരു കാർഡിൽ വരുന്നുണ്ട്. ഈ ഒരു കാർഡിൻ്റെ ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 25,000 രൂപയാണ്. ഡെയിലി ഷോപ്പ് ലിമിറ്റ് വരുന്നത് 2 ലക്ഷം രൂപയാണ്. പിന്നെ എൻ്റെ മറ്റൊരു ഡെബിറ്റ് കാർഡാണ് കൊടക് A11 ഡെബിറ്റ് കാർഡ്. എനിക്ക് കൊടക് A11 അക്കൗണ്ട് ഉണ്ട്. അതിൻ്റെ
ബാങ്കിൻ്റെ അണ്ടറിൽ എടുത്തിരിക്കുന്ന ഒരു ഡെബിറ്റ് കാർഡാണ്. ഇത് വിർച്വൽ കാർഡാണ്. ഈ ഒരു കാർഡ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കൊടക് മഹീന്ദ്ര ബാങ്കിൻ്റെ എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുവാൻ നേരത്ത് അത് നേടുവാൻ മാത്രമാണ് ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡെബിറ്റ് കാർഡുകൾ. ഇനി ഞാൻ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തേത് HDFC ബാങ്കിൻ്റെ ബിസിനസ് റിഗാലിയ വേരിയൻ ക്രെഡിറ്റ് കാർഡാണ്. ഇതിൻ്റെ നോർമൽ ചാർജ് എന്ന് പറയുന്നത് ആനുവലി 2500 രൂപ പ്ലസ് GST ആണ്. പക്ഷേ എനിക്കിത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കാർഡ് ഞാൻ ഉപയോഗിക്കുന്നത് ബിസിനസ് റിലേറ്റഡ് ട്രാൻസാക്ഷനുകൾ നടത്താനായിട്ടാണ്. ഇതിൻ്റെ റിവാർഡ് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ 4 റിവാർഡ് പോയിന്റ് കിട്ടും. ഒരു റിവാർഡ് പോയിന്റിന് ഒരു 35 പൈസ വരെ വാല്യൂ ബാക്ക് കിട്ടാറുണ്ട്. ഞാനത് ആമസോണിൻ്റെ വൗച്ചറൊക്കെ ആയിട്ടാണ് റെഡീം ചെയ്യാറ്. സോ 35 പൈസ വരെ വാല്യൂ ബാക്ക് കിട്ടാറുണ്ട്. ഈ ഒരു കാർഡിൽ ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് കോംപ്ലിമെൻ്ററി ആയിട്ട്. ഇൻസൈഡ് ഇന്ത്യ ലോഞ്ചുകൾ വർഷത്തിൽ 12 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ ഔട്ട്സൈഡ് ഇന്ത്യ ഇന്റർനാഷണൽ ലോഞ്ച് ആക്സസും വരുന്നുണ്ട്. നമുക്ക് വർഷത്തിൽ 6 തവണ സൗജന്യ ആക്സസ് ആണ് പ്രയോറിറ്റി പാസ് വഴി കിട്ടുന്നത്. പിന്നെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് വരുന്നുണ്ട്. നമ്മൾ ആനുവലി 5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 10,000 പോയിന്റും 8 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ അഡീഷണൽ 5000 റിവാർഡ് പോയിന്റും കിട്ടും. ഈ ഒരു കാർഡ് കംപ്ലീറ്റ് ആയിട്ട് ബിസിനസ് റിലേറ്റഡ് ട്രാൻസാക്ഷനുകൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എൻ്റെ മറ്റൊരു കാർഡാണ് ആക്സിസ് ബാങ്കിൻ്റെ AS കാർഡ്. ഇതാണ് ഞാൻ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കാർഡ് എന്ന് പറയുന്നത്. കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം ഈ ഒരു കാർഡാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം 1.5% ബെനിഫിറ്റ് ക്യാഷ് ബാക്ക് ഈ ഒരു കാർഡിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും 1.5% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അതും അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ക്യാപ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡൊന്നുമല്ല. ആനുവൽ ചാർജ് വരുന്നത് 499 രൂപ പ്ലസ് GST ആണ്. പക്ഷേ ആനുവലി 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുന്നതിനാൽ ആനുവൽ ചാർജ് ഇതുവരെ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അത് വേവ് ചെയ്ത് കിട്ടാറുണ്ട്. ഈ ഒരു കാർഡിൻ്റെ മറ്റു ഫീച്ചറുകൾ നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് വെർഷൻ ഗൂഗിൾ പേ ആണെങ്കിൽ നമുക്ക് ബിൽ പേയ്മെൻറ്റുകൾക്ക് നമുക്ക് 5% ക്യാഷ് ബാക്ക് അപ് ടു ഒരു മാസം 500 രൂപ വരെ കിട്ടും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റേത് iOS ആയതിനാൽ എനിക്ക് ആ ഒരു ബെനിഫിറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കാറില്ല. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഓൺലൈൻ അതുപോലെ തന്നെ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ഷോപ്പിലേക്ക് കാർഡ് നൽകുന്നത് ഈ ഒരു കാർഡാണ്. 1.5% ക്യാഷ് ബാക്ക് കിട്ടും. സോ എൻ്റെ പേഴ്സണൽ യൂസിനായിട്ട് ഉപയോഗിക്കുന്ന ഓൾറൗണ്ടർ കാർഡാണ് ഈ ഒരു ആക്സിസ് ബാങ്കിൻ്റെ AS കാർഡ്. ഈ ഒരു കാർഡിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റിയും വരുന്നുണ്ട്. സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ വർഷത്തിൽ 4 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ എൻ്റെ മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് HDFC ബാങ്കിൻ്റെ ടാറ്റാനു ഇൻഫിനിറ്റി വേരിയന്റ് കാർഡ്. ഇതിൻ്റെ നോർമൽ ചാർജ് വരുന്നത് ആനുവലി 1500 രൂപ പ്ലസ് GST ആണ്. പക്ഷേ ഇത് എനിക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കാർഡ് ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ബിൽ പേയ്മെൻറ്റുകളൊക്കെ ചെയ്യാനായിട്ടാണ്. ടാറ്റാനു ആപ്പ് വഴി റീചാർജ് ആണ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 5% ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ടാറ്റാനു കോയിൻ ആയിട്ടാണ് കിട്ടുന്നത്. അത് നമുക്ക് റെഡീം ചെയ്യാം. ഒരു കോയിൻ എന്ന് പറയുന്നത് 1 രൂപ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു പർപ്പസിനായിട്ടാണ് ഈ ഒരു കാർഡ് ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇൻഷുറൻസ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കാർഡ് ഉപയോഗിക്കും. ഇൻഷുറൻസ് പേയ്മെൻറ്റിന് നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. പെർ ഡേ മാക്സിമം 2000 കോയിൻ വരെ നേടാം. അതായത് 2000 രൂപ വരെ ബെനിഫിറ്റ് ആയിട്ട് നേടാനായിട്ട് സാധിക്കും ഇൻഷുറൻസ് പേയ്മെൻറ്റ് കാറ്റഗറിയിൽ. പിന്നെയുള്ള മറ്റൊരു ബെനിഫിറ്റ് EMI ട്രാൻസാക്ഷൻ ആണെങ്കിലും റിവാർഡ് ബെനിഫിറ്റ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. 1.5% ബെനിഫിറ്റാണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ EMI ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്താണെങ്കിലും ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു കാർഡായിരിക്കും. മറ്റു കാർഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ EMI ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ഒന്നും തന്നെ നൽകാറില്ല. പിന്നെ ക്രോമ, ടാറ്റ ക്ലിക്ക് പോലുള്ള ടാറ്റ ബ്രാൻഡ്സിൽ സ്പെൻഡ് ചെയ്യുമ്പോഴും ഈ ഒരു കാർഡ് ഉപയോഗിക്കും. കാരണം ടാറ്റ ന്യൂ പാസ് കൂടി ഉണ്ടെങ്കിൽ 10% ബെനിഫിറ്റ് നേടാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു കാർഡിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. സെലക്ടഡ് ഡൊമസ്റ്റിക് ലോഞ്ചുകൾ ക്വാർട്ടർലി 2 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. ഇനിയിപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യ ഇന്റർനാഷണൽ ലോഞ്ചുകളും നമുക്ക് വർഷത്തിൽ 4 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ എൻ്റെ മറ്റൊരു കാർഡാണ് ICICI ബാങ്കിൻ്റെ ആമസോൺ പേ ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു കാർഡ് ഞാൻ ഉപയോഗിക്കുന്നത് ആമസോൺ വഴി ഷോപ്പ് ചെയ്യാനായിട്ടാണ്. ആമസോൺ വഴി ഷോപ്പ് ചെയ്യുമ്പോൾ 5% ക്യാഷ് ബാക്ക് കിട്ടാറുണ്ട്. അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആണ്. അപ്പോൾ ആ ഒരു പർപ്പസിനായിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ 3% ബെനിഫിറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം ഈ ഒരു കാർഡ് കൊണ്ട്. ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണ്. പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ എൻ്റെ മറ്റൊരു കാർഡാണ് ഈ ഇടെ എടുത്ത യെസ് ബാങ്കിൻ്റെ ക്ലിക്ക് കാർഡ്. കിവി ആപ്പും യെസ് ബാങ്കുമായിട്ട് ചേർന്ന് ലോഞ്ച് ചെയ്ത കാർഡാണ്. മർച്ചന്റ് UPI പേയ്മെന്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നത്. 2% ക്യാഷ് ബാക്ക് കിട്ടാറുണ്ട്. ഈ ഒരു കാർഡിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണ്. പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾ. ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്ത എൻ്റെ HDFC ബാങ്കിൻ്റെ റിഗാലിയ വേരിയന്റ് കാർഡ്, അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ AS കാർഡ്, പിന്നെ ടാറ്റാനു ഇൻഫിനിറ്റി കാർഡ്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ ആ കാർഡിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് അന്ന് ചെയ്ത വീഡിയോകൾ കാണുക. ലിങ്ക് എല്ലാം ഞാൻ ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി